നഗരങ്ങളിലെ മാലിന്യ സംസ്കരണം എല്ലായിടത്തും വലിയ പ്രശ്നമാണ്. എന്നാൽ തിരൂരങ്ങാടി നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ശേഖരിച്ച് കാർഷിക വിപ്ലവം തീർക്കുകയാണ് ഒരു കർഷകൻ. ചെമ്മാട് കുഞ്ഞാലൻകുട്ടി ഹാജിയാണ് നഗരമാലിന്യത്തിൽ നിന്ന് ജൈവവളം നിർമ്മിക്കുന്നത്. കുഞ്ഞാലൻകുട്ടി ഹാജിയുടെ ചെമ്മാട്ട് 4.5 ഏക്കർ കൃഷിത്തോട്ടം. തെങ്ങും വാഴയും പച്ചക്കറിയും പഴങ്ങളുമെല്ലാം വിളയുന്ന ഇവിടെ ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൃഷിയിടത്തു തന്നെയാണ് ജൈവവളം നിർമ്മിക്കുന്നത്. ഒരു 45-50 ദിവസമാകുമ്പോൾ അത് ശരിക്കുള്ള കമ്പോസ്റ്റായി മാറും. ഇതാണ് ഇവിടുത്തെ കമ്പോസ്റ്റിൻ്റെ രീതി. പിന്നെ മറ്റുള്ള മണ്ണിര കമ്പോസ്റ്റ് വേറെ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ ഇതേമാതിരി സാധനം തന്നെ വാഴൻ്റെ വേസ്റ്റ് ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഇതേമാതിരി ചാണകം കലക്കി ഒഴിക്കണം. അതിന് ഒരു 12-13 വർഷമായിട്ട് രാസവളം തീരെ ഉപയോഗിക്കലില്ല എൻ്റെ സ്ഥലത്ത്. തിരൂരങ്ങാടി നഗരത്തിലെ പച്ചക്കറി കടകൾ, കൂൾബാറുകൾ, ഹോട്ടലുകൾ തുടങ്ങിയവയിൽ നിന്നുമാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഓരോ ദിവസവും കടകൾക്ക് മുമ്പിൽ കുഞ്ഞാലൻകുട്ടി ഹാജിയുടെ വാഹനമെത്തും. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് വലിയ ആശ്വാസമാണ് ഈ പ്രവർത്തനമെന്ന് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കുഞ്ഞാലൻകുട്ടിയുടെ ഈ പ്രവർത്തനം നമുക്ക് തിരൂരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സൗകര്യം കൂടെയാണ്. കാരണം ജൈവമാലിന്യത്തിൻ്റെ അളവ് എന്നും പ്രശ്നമായിരിക്കുന്ന ടൗണിൽ ഇങ്ങനെ ഇത്രയും ജൈവമാലിന്യം കടകളിൽ നിന്ന് ശേഖരിക്കുന്നതുകൊണ്ട് തന്നെ അത് വളമാക്കി മാറ്റുന്നത് വളരെ ഉപകാരപ്രദമാണ്. കർഷകരുമായി ചേർന്ന് ഓരോ നഗരത്തിലും ഈ മാതൃക പിൻപറ്റിയാൽ മാലിന്യ പ്രശ്നത്തിന് ചെറിയ പരിഹാരമാകുമെന്നാണ് കുഞ്ഞാലൻകുട്ടി ഹാജിയുടെ നിർദ്ദേശം. BK സുഹൈൽ, മീഡിയ 1, മലപ്പുറം.